ഇന്നത്തെ വീഡിയോ പാചകമല്ല, ഞങ്ങളുടെ മൂകാംബിക യാത്രയാണ്. അമ്മ വിളിച്ചാൽ മാത്രം പോകാൻ പറ്റുന്ന ഒരിടം, അതാണ് മൂകാംബിക. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾക്കിത് 2ാമത്തെ പ്രാവശ്യമാണ് അമ്മയെ കാണാൻ വരാൻ പറ്റുന്നത്. ഞങ്ങൾ എല്ലാവരും 4:40 ബസ്സിന് വേണ്ടി കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ബസ് എത്തിയപ്പോൾ ഏകദേശം 8 മണിയായി കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും ബസ്സിൽ കയറിയിരുന്നു. ബസ്സിൽ കയറി ഇരിക്കേണ്ട താമസം പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ നേരത്തെ എഴുച്ചതിൻ്റെ ഉറക്കച്ചടവ് കാരണം ഞങ്ങൾ എല്ലാവരും ബസ്സിലിരുന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങി. രാവിലെ ഫുഡ് കഴിക്കാനായി ബസ് ഞങ്ങൾക്ക് നിർത്തി തന്നത് ഹോട്ടൽ ഇന്ദ്രപ്രസ്ഥയിലാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോൾ മഴ പെയ്തത് കാരണം ചുറ്റും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മുടെ ബസ് ഇതാണ്. അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. പോകുന്ന വഴിക്ക് കുറേ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റി. ഞങ്ങൾ ബസ്സിൽ ആദ്യമായിട്ടാണ് മൂകാംബികയിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ മൂകാംബികയുടെ ആ ഒരു ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ ബൈന്ദൂർ താലൂക്കിലാണ് നമ്മുടെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിതാ മൂകാംബിക വന്യജീവി സങ്കേതത്തിൻ്റെ അകത്തൂടെയാണ് കേട്ടോ പോകുന്നത്. നല്ല മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ, നിങ്ങൾ കണ്ടിരിക്കുക തന്നെ വേണം. പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വാരത്ത് സൗപർണിക നദിയുടെ തീരത്ത് ഈ ക്ഷേത്രം നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. മംഗലാപുരത്ത് നിന്ന് ഏകദേശം 135 കിലോമീറ്ററും ഉടുപ്പിയിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ളത്. അങ്ങനെ ഇതാ നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ബസ് ഇവിടെ വരെ വരത്തുള്ളൂ. ഇവിടെ നമുക്ക് നടന്നു വേണം ക്ഷേത്രത്തിലോട്ട് പോകാൻ. പോകുന്ന വഴിക്ക് ഇതാ നമുക്കിവിടെ സൗപർണിക നദിയൊക്കെ കാണാൻ കേട്ടോ. ഇവിടെ മഴയായതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ ഇതാ നമ്മൾ മൂകാംബിക ക്ഷേത്രം എത്തി. നമ്മുടെ കയ്യിലുള്ള ബാഗൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ ക്ലോക്ക് റൂമിലോട്ട് പോവുകയാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ ബാഗൊക്കെ വെച്ചിട്ട് ദർശനത്തിന് വേണ്ടി നിൽക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് ഈ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം നോക്കിയാലോ. പണ്ട് ഈ പ്രദേശം കോലാസുരൻ എന്ന അസുരൻ്റെ ഭരണത്തിലായിരുന്നു. അസുരൻ കഠിനമായ തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്ന് താൻ മരിക്കാൻ പാടില്ലാത്ത വിധം വരം വാങ്ങിയിരുന്നു. എന്നാൽ അസുരൻ്റെ അക്രമങ്ങൾ സഹിക്കവയ്യാതെ ദേവന്മാർ മഹാവിഷ്ണുവിനോട് സഹായം തേടി. അങ്ങനെ മൂകാസുരൻ എന്ന പേരുള്ള ആ അസുരനെ ദേവി വധിച്ചു. ദേവിക്ക് മൂകാംബിക എന്ന പേര് ലഭിച്ചതും ഈ അസുരനെ വധിച്ചതിലൂടെയാണ്. ആദി ശങ്കരാചാര്യർ ഇവിടെ എത്തുകയും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ സംതൃപ്തയായ ദേവി താൻ എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി. എന്നാൽ താൻ പുറകിൽ നിന്ന് വരുന്നത് തിരിഞ്ഞു നോക്കരുത് എന്നൊരു നിബന്ധന ദേവി വെച്ചു. യാത്രക്കിടയിൽ ദേവിയുടെ പാദസ്പർശമുള്ള കിലുക്കം കേൾക്കാതെ ആയപ്പോൾ ആശങ്കപ്പെട്ട് ശങ്കരാചാര്യർ അറിയാതെ തിരിഞ്ഞു നോക്കി. നിബന്ധന ലംഘിക്കപ്പെട്ടതുകൊണ്ട് ദേവി അവിടെ നിന്നു. എന്നാൽ തൻ്റെ സാന്നിധ്യം അവിടെ തുടരുമെന്ന് ദേവി അറിയിച്ചു. അങ്ങനെ ശങ്കരാചാര്യർ അവിടെ ശ്രീചക്രം പ്രതിഷ്ഠിച്ച് ദേവിയെ പൂജിച്ചു എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനുള്ളിലെ വിഗ്രഹം സ്വയംഭൂ ആണെന്ന് കരുതപ്പെടുന്നു. ഇതിന് പുറകിലായാണ് ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ച ശ്രീചക്രമുള്ളത്. കുറേ നേരം നിന്ന് നമുക്കിത് അങ്ങനെ ദർശനം കിട്ടിയിട്ടുണ്ട്. ദർശനത്തിന് ശേഷം നമ്മളിതാ ദേവിയുടെ അന്നപ്രസാദം കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പം ഇവിടെ ഞങ്ങൾക്ക് തറയിലിരുന്നാണ് കഴിക്കാൻ പറ്റിയത്. അങ്ങനെ നമ്മളിവിടെ ഇരുന്ന് നമ്മൾ ദേവിയുടെ അന്നപ്രസാദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ ചൂട് ചോറും സാമ്പാറും അച്ചാറും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ദർശനത്തിന് കയറി. കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ഞങ്ങളിതാ ഇവിടെ നെയ്വിളക്ക് കത്തിക്കുന്നു കേട്ടോ. രേവൂട്ടിയും വെച്ച് കത്തിച്ചപ്പോൾ അമ്പാടിയും വന്ന് വിളക്ക് കത്തിക്കാൻ. അങ്ങനെ വിളക്ക് കത്തിച്ചതിന് ശേഷം കുറച്ചു നേരം അവിടെ ചെലവഴിച്ച് അമ്മയുടെ സന്നിധിയിലിരുന്ന് അവിടെ കുറച്ചു നേരം ചിലവഴിച്ചതിന് ശേഷം ഞങ്ങളിതാ അവിടെ നിന്ന് തിരിക്കുകയാണ് കേട്ടോ. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മളിതാ സൗപർണിക നദി നല്ല മനോഹരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്തുകൊണ്ട് തന്നെ അവിടെയൊക്കെ കാണാൻ നല്ല പ്രത്യേക ഭംഗിയുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ ബാഗൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചിതാ നടക്കുകയാണ്. ഇവിടെ നിന്ന് ഞങ്ങളിനി ട്രെയിനിലാണ് കേട്ടോ കാസർഗോഡ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി കാണാം.